ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്സി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ലീവാണ്. അപ്പോൾ ആ ലീവുള്ള ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുന്നൊക്കെ നിങ്ങൾ അറിയണ്ടേ. കൂടെ പാത്തോസും കൂടി ഉണ്ട്. പാത്തോസിന് ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ലീവ് കിട്ടിയത്. ഇവർക്ക് ലീവുള്ളത് ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. ഇവർക്ക് ലീവില്ലാത്ത ദിവസം നോക്കി ഞാൻ ലീവ് ഇട്ടതായിരുന്നു. അന്നപ്പോഴത്തേന് അൺഫോർച്ചുനേറ്റ്ലി ഒക്കെ ഇന്ന് ലീവ് കിട്ടി. മകര സംക്രാന്തിൻ്റെ ലീവായിരുന്നു. പോയി എല്ലാം പോയി. അങ്ങനെ ഇപ്പോൾ ഇനി ഓരോന്നായിട്ടും റൂമിൻ്റെ കോലൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് വൃത്തിയാക്കുന്നൊന്നും കാണിക്കുന്നില്ല, വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് ഓരോന്നും എനിക്ക് കുറേ പരിപാടികളുണ്ട് ഇന്ന്. അത് ഓരോന്നായിട്ടും ഇന്ന് കാണിക്കാം. അങ്ങനെ ഞങ്ങളുടെ ഇവിടെ എന്താ പറയുക, ഇതാണ് കിച്ചണൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ക്ലിനിക്ക് എൻ്റെ റൂമിൻ്റെ വിൻഡോന്ന് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. അവിടെ കാണുന്ന ആ ഒരു വലിയൊരു റെഡ് ബിൽഡിംഗ് ആണ് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസ്. അപ്പോൾ ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മ ഇവിടുന്ന് നോക്കും. ഞാൻ വരുന്നതും പോകുന്നതൊക്കെ ഉമ്മ ഇവിടുന്ന് നോക്കലുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം ഓരോന്നാഴ്ച പറയാം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് കുറച്ചൊക്കെ ഫ്രൂട്ട്സ് കൊണ്ടുവന്നതാണ് ഇതൊക്കെ. അത് കൂടാതെ ഞങ്ങൾ ഈ ഒരു സംഭവം കൂടി വാങ്ങിച്ചട്ടാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, പിന്നെ നിങ്ങളവിടെ എന്താ പറയില്ല, ഞങ്ങളിവിടെ ചക്കരക്കിഴങ്ങ് എന്ന് പറയും. ചക്കരക്കിഴങ്ങാണ് ഇത് നല്ല സ്വീറ്റ് പൊട്ടേറ്റോ എന്നൊക്കെ പറയുന്നില്ലേ. അത് ഈ സംഭവം കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ഹെൽത്തി ഫുഡാണ് ഇത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാകാമെന്ന് വിചാരിച്ചു. ഇതിനെ പുഴുങ്ങിയിട്ട് ഇനി തിന്നണം. ഇതന്നെയാണ് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന്. മേ ബി അല്ലേ, ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇനിയിപ്പോൾ അതൊന്ന് വേഗം വെക്കട്ടെ. നമ്മളെ കിഴങ്ങപ്പട വെന്തിച്ചുണ്ട്. തിന്നാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കട്ടൻ ചായ വെക്കാൻ പോലും വെള്ളമില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ക്ലിനിക്കിലേക്ക് പോകണം. നേരത്തെ അക്കൗണ്ട്സൊക്കെ നോക്കിയിട്ട് ഹോട്ടലിൽ പോയിട്ട് ആടുന്ന് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ആടുന്ന് തിന്നാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നടക്കാം. ഇനി അപ്പം നേരെ ക്ലിനിക്കിലേക്ക്. എന്താണ് ഗൈസ്, അത് ഡേ ഇൻ മൈ ലൈഫ് ഗൈസ്. സോ ഞാൻ ക്ലിനിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 3 monkeys ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്. എന്താണ് ഞാനില്ലാത്ത എൻജോയ് ചെയ്യണോ? അങ്ങനെ ഞാൻ ക്ലിനിക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ക്യാമറ കാണുമ്പോഴത്തേനും അവരങ്ങോട്ടേക്ക് തരുന്നു ഗൈസ്. ഇനി ഇവിടുന്ന് വേഗം പണിയൊക്കെ തീർത്തിട്ട് വേഗം പോകണം ഇവിടുന്ന്, അല്ലെങ്കിൽ ഇത് തന്നെ ഇവിടെ പിടിച്ചു നിർത്തും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാണ്. ഡെൽന അതാ നല്ല എന്താ പറയുക ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഫുഡ് ബൈറ്റ് റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. 10 കഴിക്കാം. അപ്പോൾ എവിടുന്നോ കഴിക്കുന്നുണ്ട്. ഒറോട്ടി. ഇങ്ങനെ ഇവരെ വേഗം ഒറോട്ടി ഉണ്ട്. ഇതും കഴിക്കണം. ഇനിയിപ്പോൾ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് നേരെ ഇനി പോകാൻ പോകുന്നത് നമ്മളുടെ ഫുഡ് ബൈറ്റ് റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മളിപ്പോൾ ഫുഡ് ബൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്, റെസ്റ്റോറൻറ്റിലേക്ക്. പാത്തോസ് അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിട്ട്. അപ്പോൾ അവളങ്ങനെ കുഷ്കേഡ് റെഡി ആയിട്ടുണ്ടെന്ന് അങ്ങനെ അത് കഴിച്ച് ഞാനൊരു ജ്യൂസും കുടിച്ച്. ഇനിയിപ്പോൾ ഇവിടെ അക്കൗണ്ട്സ് നോക്കാനുണ്ട്. കുറച്ച് അക്കൗണ്ട്സൊക്കെ നോക്കിയിട്ട് ഇന്നലെ അക്കൗണ്ട്സ് നോക്കിയിട്ടുണ്ടായില്ല. അതും കൂടി കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ എടപ്പലത്തിലുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് ഇനി പോകാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാണ്. വണ്ടിയിൽ കയറിയിട്ടുണ്ട്. കൂടെ ഫാറൊക്കെ. വീട്ടിൽ പോകാൻ കാരണം എന്താ വെച്ചാൽ റൂമിൽ വെള്ളമില്ലാത്തത് കാരണമാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. ഞങ്ങൾ വെള്ളമില്ലായിട്ടാണ്. വെള്ളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചോളൂ. വെള്ളമില്ലാണ്ടാകുന്നുണ്ട്. വെള്ളങ്ങൾ കൂടുതൽ ഉപയോഗിച്ചിട്ടല്ല, ശരിക്കും കാലാവസ്ഥ ഇപ്പം അങ്ങനത്തെയാണ്. വെള്ളം വരണ്ട് പോവാണ് ഭൂമി തന്നെ. ജനുവരി ആയപ്പോഴത്തേക്ക് തന്നെ ഇവിടെ തന്നെ ഇങ്ങനത്തെ അവസ്ഥ. അപ്പോൾ കേരളത്തൊക്കെ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ പൊതുവെ ഇവിടെ ഈ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പ് കുറച്ച് കുറേ ഈ ഒരു സമയത്തൊക്കെ തണുപ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. എനിക്കന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് ഞാൻ തന്നെ എൻ്റെ ചുവപ്പ് കളറായിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ബാക്കിയുള്ള വിശേഷം വീട്ടിലെത്തിയിട്ട് പറയാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീട്ടിലായിരിക്കും. ഇന്നത്തെ പ്ലാനിങ് തന്നെ ചേഞ്ച് ചെയ്ത് വെള്ളമില്ലാത്ത കാരണം കൊണ്ട് ഇന്ന് എനിക്ക് 2-3 വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. 2-3 വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ നേരെ പോവാണ് വീട്ടിലേക്ക്. ഇന്നത്തെ പ്രോഗ്രാമൊക്കെ നാളേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അവിടെ കാണുന്നതാണ് ഞങ്ങൾ പറയാണ്ടാണ് വന്നത്. സർപ്രൈസ് ആണെങ്കിലും പറയണം.
ചെറിയ ഫൈനലി ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. നല്ല കാൽമായിട്ടുള്ള പ്ലേസ്, എനിക്കിഷ്ടപ്പെട്ട സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ആഫ്റ്റർ ലോങ് ടൈമാണ് ഇങ്ങനെ ഒരു വൈബ്. എന്നിട്ടാ ആ കാണുന്നതാണ് ചേലാവര ഹില്ല് കേട്ടോ. ചേലാവര ഹില്ലിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. ചേലാവര ഹില്ലിൻ്റെ വീഡിയോസ് ഉണ്ട്. കാണാത്തവരെൻ്റെ ചാനലിൽ കയറിയിട്ട് വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ചേലാവരിൽ. അവിടെ തന്നെ ചേലാവരത്തെ വാട്ടർഫോൾസും ഉണ്ട്. പിന്നെ കണ്ടോ, ഇതാണ് അക്കരയിൽ പാടവും പിന്നെ ആ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിലായിട്ട് മെയിൻ റോഡാണ്. അഞ്ചര കണ്ടാ, അതിൽ വണ്ടി പോകുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും. അത് മെയിൻ ബസ്സൊക്കെ പോകുന്ന റോഡാണ്. ഇപ്പോൾ പാത്തൂസിൻ്റെ ഒരു മോളുണ്ട് കളിക്കുന്നത്. ഇത് ഞങ്ങളുടെ ആൻറ്റീൻ്റെ വീടാണ്. താഴത്തെ ഒരു ആൻറ്റീൻ്റെ വീടുണ്ട്, അപ്പുറത്ത് വേറെ 2 വീടൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഒരു കുഗ്രാമം പോലത്തെ പ്ലേസാണെന്ന് വെച്ചാൽ ആണ്, ബസ് പോകുന്ന പ്ലേസ് ആണെന്ന് വെച്ചാൽ ആണ്. അങ്ങനെ എല്ലാം കൂടി ഒരു പറ്റിയൊരു വൈബാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ സമാധാനത്തിരിക്കട്ടെ. കുറച്ച് എന്താ പറയുക, ഈ ഒരു വൈബ് ഇത് വേറൊരു വൈബാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരുപാട് നല്ല വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.